ഞാനിപ്പോൾ നിൽക്കുന്നത് അമ്പനാട് ഹിൽസിലാണ്. എൻ്റെ തൊട്ട് ബാക്കിൽ കാണുന്ന ഇവിടുന്ന് രണ്ടാമത്തെ വ്യൂ പോയിൻ്റാണ്. അതിമനോഹരമല്ലേ? ഞാനിവിടെ വ്യൂ പോയിൻ്റ് കാണിക്കാനല്ല മെയിനായിട്ടും വന്നത്. ഞാനൊരു ബജാജ് CNG ബൈക്ക് എടുത്തു. അതിപ്പോൾ ഒരു 5 മാസമായി. അപ്പം ഇത്ര നല്ല സ്ഥലം കണ്ടപ്പോഴത്തേക്കിന് ആ വണ്ടിയെക്കുറിച്ച് 2 വാക്ക് പറയാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് ഇതാണ് നമുക്ക് റിവ്യൂ ചെയ്യുമ്പോഴത്തേക്കിന് അത് ഓടി കുറച്ച് നമുക്ക് എത്ര കിലോമീറ്ററൊക്കെ ഓടിയാ അതൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് ചെയ്യാമെന്ന് വെച്ചു. ഞാനിപ്പോൾ വണ്ടി എടുത്തിട്ട് ഓടിയ കിലോമീറ്റർ 6286 കിലോമീറ്റർ ഓടി. വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൈലേജ് നോക്കി എടുക്കുന്നവർക്ക് ഈ വണ്ടി സൂപ്പർ വണ്ടിയാണ്. വണ്ടി മുതലാണ് മൈലേജ് നോക്കി എടുക്കുന്നവർക്ക്. പിന്നെ ഇതിൻ്റെ ഒരു പോരായ്മയെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് CNG പമ്പുകൾ ഉള്ളവരാണെങ്കിൽ കുഴപ്പമില്ല, അല്ലാത്തവർക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നും. പിന്നെ വലിയ ബുദ്ധിമുട്ടല്ല, ഇതിനകത്ത് CNGയും പെട്രോളും ഉണ്ടായതുകൊണ്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പെട്രോൾ ടാങ്ക് 2 ലിറ്ററിൻ്റെ ഉള്ളൂ. ഇത് പെട്രോൾ അടിക്കുന്നതും ഇത് CNG അടിക്കുന്നതും. CNG 2 കിലോയോ ഇതിനകത്ത് നമുക്ക് CNG അടിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന 3 കിലോ മാക്സിമം ലോഡ് 3 kg എന്ന് എഴുതി. പക്ഷേ നമുക്ക് 2 കിലോയ്ക്ക് ആകുമ്പോഴത്തേക്കിന് പെട്രോൾ ഈ CNG തീരുന്നത്. പിന്നെ പെട്രോൾ നമുക്ക് 2 ലിറ്റർ അടിക്കാം. 2 ലിറ്റർ സാധാരണ ഈ പമ്പിൽ ചെന്നിട്ട് ഫുൾ ടാങ്ക് അടിക്കുന്ന കണക്ക് സെറ്റ് അടിച്ച് കഴിഞ്ഞാൽ അത് ചാടി അങ്ങ് പോവുക. അപ്പോൾ അത് ഇച്ചിരി ഒന്ന് ആ ഫ്യൂവൽ പൊക്കി വെച്ചിട്ട് പയ്യെ നമുക്ക് അടിക്കാനേ പറ്റത്തുള്ളൂ. വണ്ടി എനിക്ക് ഇതുവരെ ഒരു പ്രശ്നങ്ങളുമില്ല. ഈ അമ്പനാട് ഹിൽസ് വീഡിയോ കണ്ടവർക്കും ഇവിടെ വന്നിട്ടുള്ളവർക്കൊക്കെ അറിയാവുന്നൊരു കാര്യമാണ് ഈ ഹിൽസിനെ പറ്റി. കാരണം റോഡ് അത് കണക്കത്തെ റോഡാണ്. മിക്ക ആൾക്കാർക്കും ഈ വണ്ടി എടുത്തു കഴിഞ്ഞാലുള്ളൊരു സംശയമാണ് ഈ വണ്ടി കയറ്റം വലിച്ചു കയറുമോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓഫ് റോഡൊക്കെ കയറാനൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ടോയെന്നൊക്കെ. നമുക്ക് ഈ വണ്ടി അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ തന്നിട്ടില്ല. ഈ അമ്പനാട് ഹിൽസ് ഇപ്പോൾ രണ്ടാമത്തെ ഇതിൻ്റെ മേളിൽ ഒരെണ്ണം ഉണ്ട്, അത് കുറച്ചേ ഉള്ളൂ. ഒരു 50 മീറ്റർ കയറി കഴിഞ്ഞാൽ അവിടെ ഒരു ഇത് കണക്കത്തുള്ള മൊത്തം കാണാവുന്ന ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അത് ഇത് കണക്ക് റോഡ് മോശമായി കിടക്കുക. അപ്പം അതുവഴി കയറി നമ്മൾ അവിടെയും പോയതാണ്. പിന്നെ അപ്പുറത്തോട്ട് പോകാൻ നിന്നപ്പോൾ ആന ഉണ്ടെന്നുള്ള ഇച്ചിരി പ്രശ്നമായിട്ട് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് പോയില്ല. കാരണം പുതിയ വണ്ടി കൂടി ആനയാണ് കയറി വന്ന് ചവിട്ടിപ്പിടിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ വിഷയമാണ്. പിന്നെ കയറ്റം കയറുമ്പോഴുള്ള ഈ വണ്ടിയുടെ ഒരു പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ CNGയിൽ കയറുമ്പോൾ CNGയിലാണ് വണ്ടി കയറുന്നത്. അപ്പോൾ ആ ഒരു പുള്ളിങ് കുറവുണ്ട്. പിന്നെ പെട്രോളിനാകുമ്പോഴത്തേക്കിന് പെട്രോൾ സ്വിച്ച് ചെയ്ത് ഓടിക്കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് പെട്രോൾ ഇവിടെ മാറ്റാം. പെട്രോൾ സ്വിച്ച് ചെയ്താണ്ട് ഇവിടെ ഇത് പെട്രോളിലും ഇത് CNGയിലുമാണ്. നമ്മൾ ഈ കയറ്റം ഞാനിപ്പോൾ ഫുള്ള് കയറി വന്നത് CNGക്കകത്താണ്. അഥവാ ഈ ഇച്ചിരിയും കൂടി ത്രോട്ട് ചെയ്ത് സ്പീഡിൽ കയറി പോകേണ്ടവർക്കാണെങ്കിൽ പെട്രോളിലിട്ട് വണ്ടി സ്മൂത്തായിട്ട് കുറച്ചും കൂടി സ്പീഡിൽ കയറിപ്പോവും. വണ്ടി പെട്രോളിൻ്റെ കാര്യത്തിൽ കുറച്ചും കൂടി പെർഫോമൻസ് കൂടുതൽ കിട്ടുന്നുണ്ട്. CNGയിൽ പെർഫോമൻസ് ഇല്ല എന്നല്ല പറയുന്നത്. CNGയിൽ വണ്ടി ഒന്ന് സ്ലോ ആയിട്ട് ഒരു അത്യാവശ്യം ഇതിൽ കയറുന്നുണ്ട്, എങ്കിലും ഒരു പെട്രോളിൽ അത്രയുള്ളൊരു പെർഫോമൻസ് നമുക്ക് ഇത് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഞാൻ എടുത്തിരിക്കുന്ന വണ്ടി ബേസ് മോഡലാണ്. ഇതിൽ ഡിസ്ക് ബ്രേക്കില്ല, ഡ്രം ബ്രേക്കാണ്. ഞാൻ മുമ്പ് ചെയ്ത വീഡിയോക്കകത്ത് എനിക്കത് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയാൻ പറ്റിയിട്ടില്ലായിരുന്നു. ഡിസ്ക് ബ്രേക്ക് വരുന്നതിനകത്ത് ഫ്രണ്ടിൽ മാത്രമേ ഡിസ്ക് വരുന്നുള്ളൂ, ബാക്കിൽ ഡിസ്ക് ഇല്ല. പിന്നെ ടോപ്പ് മോഡലിൻ്റെ ടയർ കുറച്ചും കൂടി വലുതായിരിക്കും, ഇതിൻ്റെ ടയർ ചെറുതാണ്. മോണോഷോക്ക് ബാക്കിയെല്ലാം ഒരേ കണക്ക് തന്നെയാണ്. ടോപ്പിലും മിഡിൽ വേരിയൻറ്റിലും ലോ വേരിയൻറ്റിലും വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പിൽ ഡിസ്ക് വരും, ബാക്കി ഇതിൽ ഡിസ്ക് വരുന്നില്ല. പിന്നെ ടോപ്പിൽ ഇവിടെ ഇതിന് പകരം ഒരു ഷീൽഡ് വരുന്നുണ്ട്. ആ ഷീൽഡ് ഇപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ കുറേ ആൾക്കാർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടൊക്കെയാണ് തോന്നിയത്. ഷീൽഡ് ചൂടടിച്ചോ അല്ലാതെയൊക്കെ ആയിട്ട് ഷീൽഡ് പൊട്ടിപ്പോകുന്നുണ്ട്. പിന്നെ എനിക്ക് സർവീസൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെയ്ത് തന്നിട്ടുണ്ട്. വണ്ടി ഇപ്പോൾ സെക്കൻഡ് സർവീസ് കഴിഞ്ഞു. സർവീസ് എനിക്ക് കുഴപ്പമില്ല. പിന്നെ എനിക്ക് ഇതിനകത്ത് പറയാനായിട്ട് ചെറിയൊരു പോരായ്മയെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ 2 കേബിൾ തമ്മിൽ ഉരസി ഇതിൻ്റെ സ്ലീവ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് അടുത്ത സർവീസിൽ അവരത് ക്ലിയർ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയെല്ലാം വെച്ച് ഈ വണ്ടി നോക്കുവാണെങ്കിൽ വണ്ടി കുറച്ച് നാൾ ഓടിക്കഴിഞ്ഞാൽ, അതായത് മൈലേജ് നോക്കി കുറച്ച് നാൾ ഞാൻ ഈ വണ്ടി ഓടുവാണെങ്കിൽ എനിക്ക് ഈ വണ്ടി മുതലാവും. അതേ ഉള്ളൂ.
പിന്നെ ഇതുവരെ നിലവിൽ വണ്ടി ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ല. CNG നമ്മളെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ CNG അടിക്കാനുള്ള പമ്പുകളൊക്കെ ഉണ്ടായതുകൊണ്ട് നമുക്ക് CNGയിൽ വലിയ പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല. പിന്നെ സർവീസും ഒക്കെയാണ്. അപ്പം അമ്മനാട് ഹിൽസ് കയറി വന്ന എല്ലാവർക്കും അറിയാം, അമ്മനാട് അത്രയും കയറ്റം കയറി എല്ലാം വരുമ്പോഴത്തേക്കിന് വണ്ടി എങ്ങനെ ആകും എന്നുള്ളത്. അപ്പം വണ്ടിയുടെ പവറും വണ്ടിയെക്കുറിച്ച് അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. കാരണം ആൾക്കാരൊക്കെ ഈ ഒരു വ്യൂ പോയിൻ്റിൽ വന്ന് ഫോട്ടോ അടിക്കാനുള്ള ഇതിൽ വന്നിരിക്കുമ്പോൾ നമ്മൾ വണ്ടിയായിട്ട് വന്നു എന്ന് അവരെ ബുദ്ധിമുട്ടിക്കുക ശരിയല്ല. ആ സമയം നമുക്ക് ഒഴിഞ്ഞു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഓക്കെ, വണ്ടിയുടെ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പുതിയ വീഡിയോ ഇതിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ.